നമസ്കാരം. MT വിഷയത്തിൽ മൗനം പാലിക്കണമെന്ന CPM നേതൃത്വത്തിന്റെ തീരുമാനത്തെ തള്ളിക്കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തിയ ജി സുധാകരനെതിരെ തിരിഞ്ഞ് സജി ചെറിയാൻ. MT വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തി വിഷയം പൊലിപ്പിക്കേണ്ടതില്ല എന്ന് പിണറായി വിജയനും MV ഗോവിന്ദനും നിർദ്ദേശിച്ചതാണ്. അതിനിടയിലാണ് സുധാകരൻ ഇടയിൽ കയറി കത്തിച്ചത്. ഇത് മുഖ്യമന്ത്രിക്ക് നന്നേ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. MT പറഞ്ഞത് കേന്ദ്രത്തെയാണ് എന്ന് CPM വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സുധാകരന്റെ ഈ വിമർശനത്തോടെ MT ഉദ്ദേശിച്ചത് പിണറായി വിജയനെ തന്നെയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇതോടെ പിണറായിക്കിട്ട് പണിയാൻ വേണ്ടി സുധാകരൻ മനഃപൂർവ്വം ഈ വിഷയത്തെ കുത്തിപ്പൊക്കുകയായിരുന്നു എന്നും പാർട്ടിക്കുള്ളിൽ സംസാരമുയരുന്നുണ്ട്. MTക്ക് പിന്നാലെ M മുകുന്ദനും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പടിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാകരൻ. CPM ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്ന തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സുധാകരൻ വിമർശനവുമായി രംഗത്ത് വന്നത്. ഈ വിഷയം വഷളാകുമെന്ന ഘട്ടത്തിലാണ് CPM വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്താതെ ഇതിനെ തണുപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതുപ്രകാരം നേതാക്കളൊന്നും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതുമില്ല. ആ ഘട്ടത്തിലാണ് ഇന്ന് ജി സുധാകരൻ MTയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അടുത്ത കാലത്തായി CPM നേതൃത്വവുമായി അത്രയ്ക്ക് സുഖത്തിലല്ലാത്ത സുധാകരന്റെ പരാമർശങ്ങൾ CPM കേന്ദ്രങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കെട്ടടങ്ങിയ വിഷയം ജി സുധാകരന്റെ പരാമർശത്തോടെ വീണ്ടും ഉയർന്നു വന്നു. MTയെ വിമർശിച്ചാൽ അത് ക്ഷീണമാകുമെന്ന് കണ്ടാണ് പാർട്ടി വിമർശനങ്ങൾ വേണ്ട എന്നും മൗനം പാലിക്കണമെന്നും തീരുമാനിച്ചത്. MTയുടെ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു നല്ലൊരു ശതമാനം ഇടതാനുഭാവികളുടെയും പ്രതികരണം. എന്നാൽ ഇപ്പോൾ MTയെ വിമർശിച്ച സുധാകരനെ സജി ചെറിയാനെ പോലുള്ളവർ തള്ളിക്കളയുകയും ചെയ്യുന്നു. MT വാസുദേവൻ നായർക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ അധികാരവുമുണ്ട് എന്ന് സജി ചെറിയാൻ പറഞ്ഞു. ഒന്നും വിവാദമാക്കേണ്ട കാര്യമില്ല എന്നും ജി സുധാകരന്റെ പരാമർശത്തിൽ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കണമെന്നും സജി ചെറിയാൻ പറഞ്ഞു. നേരത്തെ സമരവും ഭരണവും എന്ത് എന്ന് MT പഠിപ്പിക്കാൻ വരേണ്ട എന്നാണ് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരൻ പറഞ്ഞത്. ആലപ്പുഴയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലെ പ്രസംഗത്തിനിടെയാണ് സുധാകരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. MTയെ ചാരി ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുകയാണ്. ചിലർക്ക് നേരിയൊരു ഇളക്കം. നേരിട്ട് പറയാതെ MTയെ ഏറ്റുപറയുന്നത് ഭീരുത്വമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് സജി ചെറിയാൻ ഇപ്പോൾ രംഗത്തെത്തിയത്. MT വാസുദേവൻ നായർ ഷോ കാണിക്കുകയാണ്, പറയുന്നതിൽ ആത്മാർത്ഥതയില്ല, എത്ര വലിയ ആളാണെങ്കിലും MT പറയുന്നു എന്ന മട്ടിൽ പ്രതികരിച്ച സാഹിത്യകാരന്മാർ ഭീരുത്വമാണ് കാണിച്ചത്. ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ചരിത്രപരമായ നിലപാടുണ്ട്. പ്രതിപക്ഷത്തായിരുന്നാലും ഭരണത്തിലായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭം നടത്തും. സമരവും ഭരണവും EMS പറഞ്ഞതാണ്. അതൊക്കെ എല്ലാവരും മറന്നുപോയോ? ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നങ്ങൾ തീരില്ല എന്നാണ് EMS പറഞ്ഞതിന്റെ അർത്ഥം. അത് മാർക്സിസമാണ്. പഠിച്ചവർക്കേ അറിയൂ, വായിച്ചു പഠിക്കണം എന്നും സുധാകരൻ പറയുകയുണ്ടായി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യ അതിഥിയായി നടത്തിയ പ്രസംഗത്തിലാണ് MT ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നായിരുന്നു MTയുടെ വിമർശനം. അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി. അധികാരം ജനസേവനത്തിനുള്ള അവസരം എന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടിയെന്നും മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കിക്കൊണ്ട് MT പറഞ്ഞിരുന്നു.